ആത്മസൗഖ്യം നൽകി നാഥൻ അണയും നിതാ. തിരുവോസ്തിയിൽ ഈശോ എഴുന്നള്ളുന്നു, സൗഖ്യദായകനായ ഈശോ എഴുന്നള്ളുന്നു. ആത്മസൗഖ്യം നൽകി നാഥൻ അണയുന്നിതാ. നമ്മുടെ ജീവിതത്തെ സ്നേഹത്തോടെ ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ ഹൃദയമൊരുക്കി മനമൊരുക്കി നമ്മെ തന്നെ ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആരാധിക്കാം. തിരുമുറിവിൽ നിന്നൊഴുകും ചുടുചോരയിൽ പാപദംശനമേറ്റോരെ സുഖമാക്കുവാൻ. തിരുമുറിവിൽ നിന്നൊഴുകും ചുടുചോരയിൽ പാപദംശനമേറ്റോരെ സുഖമാക്കുവാൻ. സുരലോകം വിട്ടിറങ്ങിയ ദൈവസൂനോ തിരുവോസ്തിരൂപനായി എഴുന്നള്ളുന്നു. സുരലോകം വിട്ടിറങ്ങിയ ദൈവസൂനു തിരുവോസ്തിരൂപനായി എഴുന്നള്ളുന്നു. തിരുവോസ്തിയിൽ ഈശോ എഴുന്നള്ളുന്നു, സൗഖ്യദായകനായ ഈശോ എഴുന്നള്ളുന്നു. ആത്മസൗഖ്യം നൽകി നാഥൻ അണയുന്നിതാ. തിരുനെഞ്ചിൻ മുറിവിലെ ശിരസ് നമിച്ച് നമുക്ക് ആരാധന ഒരു സ്നേഹക്കടൽ തീർക്കും കരുണാമയൻ. തിരുനെഞ്ചിൻ മുറിവിലെ സക്രാരിയിൽ ഒരു സ്നേഹക്കടൽ തീർക്കും കരുണാമയൻ. കരം വിരിച്ച് നിൽക്കും നീ അൾത്താരയിൽ കരളുരുകി വിളിക്കുന്നു സുഖമാക്കുവാൻ. കരം വിരിച്ചു നിൽക്കുന്നീ അൾത്താരയിൽ കരളുരുകി വിളിക്കുന്നു സുഖമാക്കുവാൻ. തിരുവോസ്തിയിൽ ഈശോ എഴുന്നള്ളുന്നു, ഈശോ സൗഖ്യദായകനായ ഈശോ എഴുന്നള്ളുന്നു. ആത്മസൗഖ്യം നൽകി നാഥൻ അണയുന്നിതാ. തിരുവോസ്തിയിൽ ഈശോ എഴുന്നള്ളുന്നു, സൗഖ്യദായകനായ ഈശോ എഴുന്നള്ളുന്നു. ആത്മസൗഖ്യം നൽകി നാഥൻ അണയുന്നിതാ.
കരങ്ങൾ ചലിപ്പിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വസ്ഥമായി നമ്മുടെ കസേരകൾ നമുക്ക് ഇരിക്കാം. സ്നേഹമുള്ളവരെ, 1 മണിക്കൂർ സമയമാണ് നമ്മുടെ ആരാധനയുടെ സമയം. ആദ്യത്തെ അരമണിക്കൂർ സമയം നമ്മൾ നിശബ്ദതയിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ഭാരങ്ങളുമെല്ലാം ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കാം. വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നില്ലേ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അതെ, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നിൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ, ചിന്തകളെല്ലാം ഇപ്പോൾ ഈശോയുടെ മുമ്പിലേക്ക് നിശബ്ദതയിൽ പകർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ 1 മണിക്കൂർ ആരാധനക്കിടയിൽ നമ്മൾ എഴുതിക്കൊണ്ടുവന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ മുൻപോട്ട് വന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈശോയുടെ മുഖത്ത് നോക്കി ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ അപേക്ഷകൾ പ്രാർത്ഥനാ ബോക്സിൽ നിക്ഷേപിച്ച് ഈശോയെ വണങ്ങിക്കൊണ്ട് സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങുന്നു. ക്രമം തെറ്റാതെ ഓരോരുത്തരായി മാറി മാറി വന്ന് നമുക്കിങ്ങനെ പ്രാർത്ഥനാപേക്ഷകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. അതോടൊപ്പം നിശബ്ദതയിൽ നമുക്ക് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുടർച്ചയായി തുടർന്നുള്ള അരമണിക്കൂർ നമ്മൾ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കും.
താണുവണങ്ങിടാം ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം താണുവണങ്ങിടാം ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം താണുവണങ്ങിടാം ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാം താഴ്വണങ്ങിടാം ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം താഴ്വണങ്ങിടാം ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം താഴ്വണങ്ങിടാം ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അകലാത്ത രോഗങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ പൊറുക്കാത്ത പാപങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അഴിയാത്ത ബന്ധനമില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ കുറയാത്ത ഭാരങ്ങളില്ല. ആരാധിച്ചിടാം താഴ്വണങ്ങിടാം ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തെളിയാത്ത പാതകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉറുകാത്ത ഹൃദയങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഒഴിയാത്ത ബാധകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ചൊരിയാത്ത കൃപകളുമില്ല. ആരാധിച്ചിടാം താഴ്വണങ്ങിടാം ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം താഴ്വണങ്ങിടാം ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം
ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. ദൈവമേ നിൻ പാദേ സർവമർപ്പിച്ചേകാം, എന്നേരവും സ്തുതി ആരാധന. ദൈവമേ നിൻ പാദേ സർവമർപ്പിച്ചേകാം, എന്നേരവും സ്തുതി ആരാധന. എല്ലാം എല്ലാം അറിയും എൻ്റെ തമ്പുരാനേ,
ഗത്സമനി തന്നിൽ രക്തം വിയർത്തവനേ, എന്നേരവും സ്തുതി ആരാധന. ശിഷ്യന്മാരാൽ പോലും തിരസ്കൃതനായവനേ, എന്നേരവും സ്തുതി ആരാധന. ശിഷ്യന്മാരാൽ പോലും തിരസ്കൃതനായവനേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. പാപികളെയാലിവ ചേർത്തു വച്ച ഇടയാ, എന്നേരവും സ്തുതി ആരാധന. പാപികളെയാലിവായി ചേർത്തു വച്ച ഇടയാ, എന്നേരവും സ്തുതി ആരാധന. വഴിയും സത്യവും ജീവനുമാമേശുവേ, എന്നേരവും സ്തുതി ആരാധന. വഴിയും സത്യവും ജീവനുമാമേശുവേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദരപൂർവ്വം ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ഇത് അത്ഭുതകരമായ ദൈവിക വിടുതലിൻ്റെ സമയമാണല്ലോ. നമ്മുടെ ജീവിതത്തെ മുഴുവനായി ഒരു നിമിഷം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. 2 കൊരിന്ത്യർ 6:2 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: സ്വീകാര്യമായ സമയത്ത് നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ നിന്നെ ഞാൻ സഹായിക്കും. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇപ്പോൾ രക്ഷയുടെ ദിവസം. നിങ്ങൾ ലോകത്തിൽ എവിടെ ആയിരുന്നാലും ഈ അത്ഭുത മണിക്കൂറിൻ്റെ കൃപയും അഭിഷേകവും ദിവ്യകാരുണ്യനാഥനിലൂടെ നമ്മുടെ സാഹചര്യങ്ങളിലേക്ക്, നമ്മുടെ പ്രതികൂലങ്ങളിലേക്ക്, നമ്മുടെ ജീവിത തകർച്ചകളിലേക്ക്, എല്ലാ ഭാരങ്ങളിലേക്കും സ്വർഗത്തിൽ നിന്ന് കടന്നു വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നമ്മുടെ ജീവിതങ്ങളെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സ്നേഹത്തോടെ ചേർത്ത് വെക്കാം. ഒരുപക്ഷെ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ജീവിതം മടുത്തു, എല്ലാം തകർന്നു, ഒന്നും പ്രതീക്ഷിക്കാൻ വകയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണോ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത്? ഇതാ വിടുവിക്കുന്നവൻ, അനുഗ്രഹിക്കുന്നവൻ, ഇന്നലകളിൽ തൻ്റെ ജനത്തെ അതിശയകരമായി പരിപാലിച്ച കർത്താവ് ഇതാ വലിയ മഹത്വത്തോടെ നമ്മുടെ അടുക്കൽ കടന്നു വന്നിരിക്കുന്നു. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തനം 4:7 നമ്മൾ അപ്രകാരം വായിക്കും: ഓർക്കണമേ, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ മറഞ്ഞിരിക്കാതെ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കാൻ, നമ്മെ അനുഗ്രഹിക്കാൻ, മാനിച്ചുയർത്താൻ, സൗഖ്യം തരാൻ
കഴിവുള്ളവൻ പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ അടുക്കൽ വന്നിരിക്കുക. നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ ജീവിതത്തെ സ്നേഹത്തോട് ചേർത്ത് വെക്കാം. ഒരു കാര്യം നമ്മൾ ഈ സമയങ്ങളിൽ ബോധപൂർവം ചെയ്യണം. മാലാഖമാർ പരിശുദ്ധനെ ആരാധിക്കുന്നു, സകല വിശുദ്ധരും ആരാധിക്കുന്നു. പ്രിയമുള്ളവരെ, ആരാധന എവിടെ ഉയരുന്നോ അവിടെ എല്ലാം ദൈവിക വിടുതലുകളുണ്ട്, ദൈവിക സൗഖ്യങ്ങളുണ്ട്, അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് അല്പസമയം കർത്താവിനെ ആരാധിക്കാനുള്ള ജീവിതത്തിലെ വിലപ്പെട്ട ഒരു നിമിഷത്തിലാണ് ഞാൻ നിങ്ങളും. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം. അതിൽ മോശ വഴി ദൈവം ഫറവോയ്ക്ക് ഒരു ദൂത് കൊടുത്തയക്കുന്നു. എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കണം, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കണം. ഈജിപ്തിൽ ഒരിക്കലും ആരാധനകളില്ല, അടിമത്തമാണ് ഈജിപ്ത്, അവിടെ ഒരിക്കലും ആരാധനകളില്ല. എന്നാൽ തമ്പുരാന്റെ അടുക്കൽ ആരാധനയുണ്ട്. ആരാധനയുടെ അഭിഷേകത്തിൻ്റെ ശക്തീകരണത്തിൽ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും, നമ്മുടെ രോഗങ്ങൾ സൗഖ്യമായി തരും, ദൈവിക പരിശുദ്ധി കൊണ്ട് നമ്മൾ നിറയും. നമ്മുടെ വഴിതെറ്റ് കുഞ്ഞുങ്ങൾ വിശുദ്ധിയിലേക്ക് മടങ്ങി വരും. അടഞ്ഞ സാമ്പത്തിക വഴികളെല്ലാം കർത്താവിത തുറക്കാൻ പോവുകയാണ്. 2 കരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി, 2 കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി വായ് തുറന്ന് കർത്താവിനെ ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കാം. യേശുവേ, ആരാധന, ആരാധന. എല്ലാവരും സ്തുതിക്കട്ടെ, നെഞ്ചുകൊട്ടി വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കാം, സ്വരമുയർത്തി പ്രാർത്ഥിക്കാം. ആരാധന, 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 ആരാധന. ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ സൗഖ്യമുണ്ട്. ആരാധന, 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 ആരാധന. വായ് തുറന്ന കരമുയർത്തി യേശുവേ എന്ന് വിളിക്കാം. യേശുവേ, ആരാധന, 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 ആരാധന. എല്ലാവരും വിളിക്കട്ടെ, ചെറിയവരും വലിയവരും വിളിക്കട്ടെ. ആരാധന, 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 കരമടിച്ച് സ്തുതികൾക്കെന്നും യോഗ്യനേ നീ പരിശുദ്ധൻ. ആരാധിച്ചിടുന്നു ഞാൻ പരിശുദ്ധനാം യേശുവേ, സ്തുതികൾക്കെന്നും യോഗ്യനേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ നീ, ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ നീ, സർവഭൂമിയും നിൻ മഹത്വം. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ നീ, ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ നീ, സർവഭൂമിയും നിൻ മഹത്വം. ആനന്ദിച്ച് 2 കരമുയർത്തി യേശുവേ എന്ന് വിളിക്കുന്നു. സ്വരമുയർത്തി വിളിക്കാം. ആരാധന, ആരാധന. ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവകൃപ ഒഴുകട്ടെ. ആരാധന, ആരാധന, ആരാധന. ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവകൃപ ഒഴുകുന്നു. ആരാധന, ആരാധന, ആരാധന. കരങ്ങളടിച്ച് സന്തോഷിച്ചിടും ഞാൻ, ആനന്ദിച്ചിടുന്ന യേശുവിൻ സന്നിധിയിൽ ചലിച്ചുകൊണ്ടിടും, ഘോഷിക്കും ദൂതന്മാരെ പോലെ നൃത്തത്തോടെ വാഴ്ത്തിടും. സന്തോഷിച്ചിടും ഞാൻ, ആനന്ദിച്ചിടും ഞാൻ യേശുവിൻ സന്നിധിയിൽ, ആർത്തിടും, ഘോഷിക്കും ദൂതന്മാരെ പോലെ നൃത്തത്തോടെ വാഴ്ത്തിടും.
പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ പരിശുദ്ധൻ 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 നീ സർവഭൂമിയും നിൻ മഹത്വം പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ പരിശുദ്ധൻ 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 നീ സർവഭൂമിയും നിൻ മഹത്വം കരങ്ങളെ ഉയർത്തിയടിക്കാം. ജീവനോടെ വായി തുറന്ന് വിളിക്കുന്നു യേശുവേ. ഈശോയേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു പാവന നീണം തന്നു പാപത്തിൻ കറപൊക്കി പാവന നീണം തന്നു പാപത്തിൻ കറപൊക്കി രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങൾ ചലിപ്പിച്ച് ഹല്ലേലൂയ 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 യേശുവേ കരങ്ങളെ ഉയർത്തി സ്വരമുയർത്തി വിളിക്കാം. സ്വരമുയർത്തി യേശുവേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹെബ്രായർ ലേഖനം 11:6 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നാളുകളായി നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചിരിക്കുന്ന ജീവിതത്തിലെ എല്ലാ നിയമങ്ങളിലേക്കും ദൈവം ഇടപെടുമെന്ന് ആശിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല നിയമങ്ങളിലേക്കും എൻ്റെ കർത്താവ് ഈ രാത്രി കടന്നു വരുമെന്ന്
വിശ്വസിക്കാൻ കഴിയട്ടെ. വിശ്വസിക്കുമ്പോൾ കർത്താവ് തൻ്റെ അതിശയകരമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കും. തകർന്ന സാമ്പത്തിക മേഖല, തകർന്ന ബിസിനസ്സുകൾ, തകർന്ന കുടുംബ പശ്ചാത്തലങ്ങളെല്ലാം പുതുക്കിപ്പണിയാൻ വിശ്വസിച്ചാൽ അപ്രകാരം കർത്താവ് ഇടവരുത്തുകയാണ്. വിശ്വസിക്കാം. നമ്മുടെ ഭാവി, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഇന്നുള്ളതുപോലെ അല്ല. നാളെ എൻ്റെ കർത്താവ് മാനിച്ചെന്നെ ഉയർത്തും, ഐശ്വര്യപ്പെടുത്തും. തകർന്ന എൻ്റെ ജീവിത പശ്ചാത്തലത്തെ എൻ്റെ കർത്താവ് ഇതാ ഈ രാത്രിയിൽ പുതുക്കി പണിയാൻ തിരുമനസ്സായിരിക്കുന്നു. വിശ്വസിക്കുക. സ്നേഹമുള്ളവരെ, ഏതെല്ലാം നിയമങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ അനേക പ്രാർത്ഥനകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഇതെല്ലാം വളരെ നല്ലത്. ഒരു പടി കൂടെ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയോഗം എന്തോ ആ സാഹചര്യത്തിലേക്ക് ഈ രാത്രിയിൽ എൻ്റെ കർത്താവ് ഇറങ്ങി വരും. എൻ്റെ കർത്താവ് അവൻ്റെ കരം നീട്ടും. അവൻ്റെ സൗഖ്യദായകമായ കരം എൻ്റെ ശിരസിൽ അവിടുന്ന് ചേർത്ത് വെക്കും. വിശ്വസിക്കാൻ കഴിയട്ടെ. വിശ്വസിക്കുന്നതിന് വേണ്ടി എന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് ഇതാ നിന്റെ കുടുംബത്തിൽ, നിന്റെ സാഹചര്യത്തിൽ, നിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒന്ന് ഹൃദയം കൊണ്ട് പറയാമോ? ഹൃദയം കൊണ്ടൊന്ന് പറയാമോ? എൻ്റെ കർത്താവേ, ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനം, ഈശോ മർത്തയോട് പറഞ്ഞില്ലേ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. ഈ രാത്രിയിൽ ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരാൻ നാം ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വിശ്വസിക്കുക. മർത്ത പറഞ്ഞു, ഇത് 4 ദിവസമായിരിക്കുന്നു. ഈ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവ് ഒരേ ഒരു കാര്യമാണ് പറഞ്ഞ്, മർത്ത, മർത്ത, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ഇന്ന് നീ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണും. സ്നേഹമുള്ളവരെ, നാളുകളായി കണ്ണുനീരോടെ കർത്താവിൻ്റെ തിരുമുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ, അവ ഒന്ന് ഉറച്ച് വിശ്വസിക്കുക. കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി ഇടപെടും. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ചില പാപത്തിൻ്റെ ബന്ധനങ്ങൾ, ചില തഴക്കദോഷങ്ങൾ എല്ലാം ഈ രാത്രിയിൽ അഴിച്ചു കളയാൻ നമ്മുടെ കർത്താവിത നമ്മുടെ കൺമുൻപിൽ കടന്നു വന്നിരിക്കുന്നു. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായത്തിൽ 11-12 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും, ഞാൻ ഒരു നാളും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കും, ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ ഞാൻ സ്ഥാപിക്കും. അതെ, നമ്മുടെ ഇടയിലൂടെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ പ്രതികൂലങ്ങളുടെ ഇടയിലേക്ക് ഈ രാത്രി കടന്നു വരുന്ന നല്ല കർത്താവിനെ ഹൃദയം കൊണ്ട് കണ്ട് മനസ്സുയർത്തി വിശ്വസിച്ച്, കർത്താവേ ഒന്ന് പ്രാർത്ഥിക്കാമോ? നെഞ്ചുരുകൊന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ നിയമങ്ങൾ ഇരുകരങ്ങൾ എടുത്തുയർത്തി, എൻ്റെ കർത്താവേ, ഞാൻ വിശ്വസിക്കുകയാണ്, അവിടുന്ന് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ ഇന്ന് പ്രവർത്തിക്കുമെന്ന്, അവിടുത്തെ സൗഖ്യം അയക്കുമെന്ന്, അവിടുത്തെ വിടുതൽ എൻ്റെ മേൽ അയക്കുമെന്ന്, തകർന്ന എൻ്റെ ജീവിതം പുതുക്കി പണിയുമെന്ന്, വഴിതെറ്റിയ മക്കളെ അവിടെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഒന്ന് വിശ്വസിക്കാമോ? സകല നിയമങ്ങളെയും ഉയർത്തി, ഇരുകരങ്ങളും ഉയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കരങ്ങളടിച്ച് ഉണർവോടെ
മതിലുകൾ ഉയർന്നു നിന്ന അതിൻ വലിപ്പം സാരമില്ല. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കരങ്ങളടിച്ച് നാലു നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. നാലു നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടുമേ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടുമേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. 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 ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. സ്തോത്രം ഈശോയെ, നന്ദി, ആരാധന, വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോ ഇതാ നമ്മളെ സ്പർശിക്കുന്നു. ഈശോ ഇതാ നമ്മുടെ മേൽ കരങ്ങൾ വെച്ച് നമ്മെ അനുഗ്രഹിക്കുന്നു. ആരാധന 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 ആരാധന. യെശയ്യാ പ്രവചനം 43 അധ്യായം 18 തിരുവചനം ഇപ്രകാരം പറയുന്നു: കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു. അനേകർക്ക് വിശ്വാസത്തിലേക്ക് ഉണർന്ന് ദൈവകരങ്ങളിൽ നിന്ന് കൃപയും അനുഗ്രഹവും സ്വീകരിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ഇന്നലകളിലെ അവരുടെ ഭാരപ്പെട്ട ജീവിത അനുഭവങ്ങളുണ്ട്, ദുഃഖ ദുരിതങ്ങളുണ്ട്, നൊമ്പരത്തിൻ്റെ നാളുകളുണ്ട്. അനേകം തവണ പ്രാർത്ഥിച്ചിട്ടും അനേകം തവണ നൈറ്റിൽ പങ്കെടുത്തിട്ടും കൃപ കിട്ടുന്നില്ലല്ലോ, വിടുതൽ കിട്ടുന്നില്ലല്ലോ എന്ന് കരുതുന്ന ജീവിതങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, കർത്താവ് നിന്നോട് പറയുകയാണ്, നീ കഴിഞ്ഞതൊന്നും ഓർക്കേണ്ട. ഇന്നലകളിൽ ജീവിക്കാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. ഇന്നുകളിൽ ജീവിച്ച് അവനെ ആരാധിച്ച് അവനിൽ നിന്ന് കൃപ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആകയാൽ ഇന്നലകളിൽ നമ്മെ തകർത്തവര്, നമ്മളെ ഭാരപ്പെടുത്തിയവര്, നമ്മളെ മുറിവേൽപ്പിച്ചവര്, എല്ലാ നഷ്ടങ്ങളെയും നഷ്ടബോധങ്ങളെയും ഈ രാത്രി കർത്താവിൻ്റെ
പാതാന്തികത്തിൽ നിന്ന് അടിയറ വെച്ച് ഇതാ നിനക്ക് വേണ്ടി പുതിയ വഴികൾ, പുതിയ കാര്യങ്ങൾ, ഇന്നേ വരെ നീ കാണാത്തത്, ലോകം കാണാത്ത വഴികൾ നിനക്കായി തുറക്കാൻ ഈ കർത്താവ് എത്രയോ ശക്തൻ. വിശ്വസിക്കുക. സെഫാനിയ 3:17 നമ്മളിങ്ങനെ വായിക്കുന്നു, സിയോനെ നീ ഭയപ്പെടേണ്ട. മറ്റൊരു വികാരമാണ് നിരന്തരമായ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭയം. ഈ ഭയത്തിൻ്റെ ആകുലത പിടികൂടുന്നവർക്ക് ദൈവ സാന്നിധ്യവും ദൈവസ്നേഹവും ആഴങ്ങളിൽ രുചിച്ചറിയാൻ കഴിയാതെ പോകുന്നു. കർത്താവിൻ്റെ വചനം പറഞ്ഞ, സിയോനെ നീ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ്. അതെ, വിജയം നൽകുന്ന യോദ്ധാവ് എന്നാണ് അവനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. തുടർന്ന് വചനം പറയുകയാണ്, ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും, ഇനിമേൽ നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. ഇന്നലകളിൽ ജീവിതത്തിലെ കുറവുകളോർത്ത്, ഭാരങ്ങളോർത്ത് അപമാനിതനായി നിന്ദനം സഹിച്ച ജീവിതത്തിൻ്റെ ഓർമ്മകൾ നിന്റെ മുമ്പിലുണ്ടോ? നിന്റെ മനസ്സ് തകർന്നു പോയിട്ടുണ്ടോ? ഭയം കൊണ്ട് മുന്നോട്ട് ചലിക്കാൻ കഴിയാത്ത വിധം നീ ആകുല ചിത്തനാണോ? ഭയം നിമിത്തം ഉറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഭാരപ്പെടുന്ന ഒരു ജീവിതമാണോ? ഈശോ ഇതാ നിന്നോട് പറയുന്നു, ഞാൻ നിനക്ക് വിജയം നൽകാൻ പോവുകയാണ്. വിജയം നൽകുന്ന കർത്താവ്. കഴിഞ്ഞ കാര്യങ്ങൾ നീ ഓർക്കണ്ട. ഇതാ നിനക്ക് വേണ്ടി ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കാമോ? നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി, നീ എവിടെയെല്ലാം തളർന്നു പോയോ, തകർന്നു പോയോ, അവിടങ്ങളിലേക്കെല്ലാം ഇറങ്ങി വന്ന് ഇന്നേ വരെ നീ കാണാത്ത പുതിയ കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ കർത്താവ് എത്രയോ ശക്തനാണ്. ഒന്ന് വിശ്വസിക്കാം. നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന നിരാശയുടെയും ആകുലതയുടെയും ഭയത്തിൻ്റെ ചങ്ങലകളെല്ലാം ഈ രാത്രിയിൽ തകർന്ന് മാറട്ടെ. നമുക്ക് ഒരുമയോടെ പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കാം. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്, വായിക്കുകയാണ്. അവിടെ ഹെറോദോസ് രാജാവ് യാക്കോബിനെ വാളിനിരയാക്കുകയാണ്. യഹൂദരെ അത് സന്തോഷിപ്പിച്ചുവെന്ന് തിരിച്ചറിഞ്ഞ ഹെറോദോസ് പത്രോസിനെയും പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, 4 പേർ വീതമുള്ള 4 സംഘങ്ങൾ കാവൽ നിൽക്കുന്ന കാരാഗ്രഹത്തിൽ പത്രോസ് അടയ്ക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, 12-4 ഇങ്ങനെ വായിക്കും, സഭ തീഷ്ണമായി അവന് വേണ്ടി പ്രാർത്ഥിച്ചു, അവന് വേണ്ടി ആരാധിച്ചു. ആ രാത്രിയിൽ ഒരു അത്ഭുതം സംഭവിച്ചു. ആ കാരാഗ്രഹത്തിൽ ഇതാ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. വലിയ പ്രകാശം കൊണ്ട് ആ തടവറ മുഴുവൻ നിറഞ്ഞു. ഒരുപക്ഷെ രോഗക്കിടക്കയിലാണോ നീ? തകർന്ന് മടുത്ത് ആത്മഹത്യ ചിന്തയുമായി നിന്റെ കുടുംബത്തിൽ, നിന്റെ റൂമിൽ, നിന്റെ സാഹചര്യത്തിലാണോ? ഇതാ നിനക്ക് വേണ്ടി ഒരു ദിവ്യപ്രകാശം ഈ രാത്രി ഇറങ്ങുന്നു. അവന്റെ പേരാണ് യേശു. അവന്റെ ശക്തി ഇന്ന് നിന്റെ ജീവിതത്തിലെ എല്ലാ ശൂന്യതകളെയും മാറ്റും. എല്ലാ അടിമത്ത ചങ്ങലകളും നിന്റെ ജീവിതത്തിൽ ഇതാ ഈ രാത്രി തകർന്നു വീഴുകയാണ്. തീക്ഷണമായി നെഞ്ചുപൊട്ടി കരങ്ങൾ ഉയർത്തി, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ. എൻ്റെ പ്രതികൂലങ്ങളിൽ നിന്ന്, എൻ്റെ സഹനങ്ങളിൽ നിന്ന്, എൻ്റെ തകർച്ചയിൽ നിന്ന് എന്നെ ഒന്ന് കരങ്ങൾ പിടിക്കണമേ. ഒന്ന് കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ, എല്ലാവരും വിളിക്കട്ടെ, എല്ലാവരും വിളിക്കട്ടെ. ആരാധന, 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 ആരാധന. ഇത് വിളികളുടെ സമയമാണ്. പുതിയ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി യേശു ഇതാ ചെയ്യുന്നു. ആരാധന, 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 പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. ഉറപ്പായി വിശ്വസിക്കാം. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. സ്തോത്രം. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത
പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം ഇതാ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മാലാഖമാർ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് വാഴ്ത്തി പുകഴ്ത്തുന്ന അവിടുത്തെ മഹത്വം ഇതാ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ തൊഴിൽ മേഖലയിലെല്ലാം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 22:3 നമ്മളിങ്ങനെ വായിക്കും, ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങ് പരിശുദ്ധനാണ്. ആ പരമപരിശുദ്ധനെ ഒരിക്കൽ കൂടി അവൻ്റെ വിശുദ്ധിയോട് ചേർന്ന് നിന്നുകൊണ്ട്, ദൈവമേ അങ്ങയുടെ മഹത്വം ഈ രാത്രിയിൽ എനിക്കൊന്ന് കാണണമെന്ന ആഗ്രഹത്തോടെ മോശയെ പോലെ ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ആരാധന 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 ഓ സ്തോത്രം, ആരാധന 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 ഇരുകരങ്ങളും ഉയർത്തി കരങ്ങൾ ചലിപ്പിച്ച് സ്തുതിക്കുന്ന ദൈവമേ, പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം മിശിഹാ. ഇരുകരങ്ങളും ഉയർത്തി കരങ്ങൾ ചലിപ്പിച്ച് ചെറിയൊരു ദൈവത്തിന്റെ പരിശുദ്ധി നിറയുന്നു, ദൈവത്തിന്റെ വഴി നിറയുന്നു. വിശുദ്ധരോട് ചേർന്ന് ആദരപൂർവം ശിരസ് നമിച്ച് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയിലേക്ക് നമുക്ക് തുടരാം. ഇരിക്കാം.